ഇന്ന് നമ്മൾ കുക്കിംഗ് അല്ലേ. ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഓമയില വെച്ചിട്ട്. ഓമയിലയുടെ ഒരു ഫേസ് പാക്ക് വൈറലായത്, നല്ല റിസൾട്ട് കിട്ടുന്നതൊക്കെ ഒരു വീഡിയോ കണ്ടു. നമുക്കതൊന്ന് ചെയ്ത് നോക്കാമേ. നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അരച്ചതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്, ആ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. നീര് വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇലയുടെ ജ്യൂസ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മുൾട്ടാണി മിറ്റിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നല്ല മിക്സാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല റിസൾട്ട് കിട്ടും. സാധാരണ ആ വൈറൽ പാക്കിൽ കടലമാവിൻ്റെ പൊടിയാണ് അവർ ചേർക്കുന്നത്. പക്ഷേ എനിക്ക് കടലമാവ് അലർജി ആയതുകൊണ്ട് മുൾട്ടാണി മിറ്റിയും അരിപ്പൊടിയും എനിക്ക് കുഴപ്പമില്ല, അലർജിയൊന്നുമില്ല. അപ്പം നമ്മളിത് ചേർത്ത് ചെയ്യണം. നല്ല പാക്കാണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല പാക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി ഒന്ന് ലൂസാകണം. കുറച്ചുകൂടെ നീര് ചേർത്ത് കൊടുക്കണം നമുക്ക്. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആരും ഇതെടുത്ത് ചെയ്ത് നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം എടുത്ത് മുഖത്ത് പുരട്ടാതെ നമുക്ക് വേറെ കയ്യിലോ എവിടെയെങ്കിലും പുരട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ചിലപ്പം ചിലതൊന്നും ഓരോ സ്കിന്നുകാർക്ക് പിടിക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കടലമാവ് പിടിക്കില്ല. കടലമാവ്, തൈര് ഇതൊന്നും എൻ്റെ സ്കിന്നിന് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെ സ്കിന്നിനും അങ്ങനെ ഓരോരോ ചേരാത്ത എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ചെറിയ ഈച്ചിങ് ഒക്കെ ഉണ്ടാകും. അപ്പം അത് ആദ്യം നോക്കിയിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കട്ടെ, ഇത് 10-15 മിനിറ്റ് വെച്ച് നോക്കട്ടെ. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫേസിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. റിസൾട്ട് കാണിച്ചു തരാമേ. എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കഴുകാം. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തു. എന്നാൽ സ്കിന്ന് നല്ല വ്യത്യാസമുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് സ്കിന്ന് വന്നിട്ടുണ്ട്. നല്ല ടാനുള്ള സ്കിന്നിലായിരുന്നെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങളും ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ എടുക്കുന്ന എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാൻ. നല്ല റിസൾട്ട് കിട്ടും. ഓക്കേ, ബൈ.